പ്രാർത്ഥന ആൾക്കാർ വരും പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം അമ്മയ്ക്ക് മാത്രമേ കിടക്കത്തുള്ളൂ. അമ്മ എങ്ങനെ ഭക്ഷണം ചോദിക്കത്തില്ല. വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. കിടക്കാറൊന്നും ആയില്ല, ചിലക്ക് നടന്നിട്ട് കിടന്നാൽ മതി. കിടക്കണേ സന്ധ്യ ആകണ്ടേ? അവൾ അത്താഴമൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി അത്താഴമൊക്കെ കഴിച്ചിട്ടല്ലേ കിടക്കണേ? പ്രാർത്ഥനയൊക്കെ ചൊല്ലി അത്താഴമൊക്കെ കഴിച്ചിട്ടാണ് കിടക്കണം. ഇപ്പോൾ സന്ധ്യ ആയതേ ഉള്ളൂ. ഇച്ചിരി നടക്ക്. സമയം 5 മണി ആകുന്നേ ഉള്ളൂ. വൈകുന്നേരം 5 മണി ആകുന്നേ ഉള്ളൂ. അതിൽ ചിലർ നടക്ക്, ശരീരത്തിനൊക്കെ വ്യായാമം ഉണ്ടാകട്ടെ. കുഞ്ഞമ്മ വിളിച്ചിട്ട് അമ്മ ഇപ്പം പ്രാർത്ഥന എല്ലാ ആൾക്കാർ വരും പറഞ്ഞപ്പോൾ കുറച്ച് ദിവസമായി. പ്രാർത്ഥന എല്ലാ ആൾക്കാർ വരും. കുഞ്ഞുമക്കളോട് ചോദിച്ചേ, ഒരാള് 10ാം ക്ലാസ്സിലായി. അതെ കുഞ്ഞ് വലുതായി. 10ാം ക്ലാസ്സിൽ കയറി. കണ്ടാ പറയാറുന്നേ ഉള്ളൂ. ഇതുപോലെ 2-3 കൊന്തയാണല്ലോ. പിന്നെ കൊന്തയുടെ എണ്ണം കുറവല്ലേ? കൊന്തയുടെ എണ്ണം കുറവല്ലേ ഇപ്പം? ഇവിടെ ഇരി. കൊന്ത ഉണ്ടെന്നേ തേണ്ടേ, ചെറുതാ. ഒരു വലിയ കൊന്ത തരാവോ? വീട്ടിലുണ്ടെങ്കിലോ ഇരിപ്പുണ്ടെങ്കിൽ അറിയത്തോ, അല്ലെങ്കിൽ ഇതോ ഉള്ളു. ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ആണോ? അറിയോ? മനസ്സിലായോ? ആരാത് മനസ്സിലായോ? വിശേഷം എന്നാ എന്നാ വിശേഷം? വിശേഷം ഒന്നുമില്ല, സുഖം. സുഖം. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇരി. ഏതാ ഈ പിള്ളേരൊക്കെ? എല്ലാ പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? പിള്ളേരൊക്കെ ഏതാന്ന് മനസ്സിലായോ? മനസ്സിലായി. എല്ലാരും അറിയും. ആരാ ഒന്ന് പറഞ്ഞേ? ആരാ? എന്നെ അറിഞ്ഞോ? എന്നെ അറിഞ്ഞോ? പിന്നെ ഏതാ ഒന്ന് പറഞ്ഞേ. പേരമ്മ ഒന്ന് പറഞ്ഞേ. പേരമ്മയല്ലേ മൂത്തത്, ഒന്ന് പറഞ്ഞേ. ഓർമ്മയില്ലേ? നാളൊക്കെ കൃത്യം പറഞ്ഞതല്ലേ? ആരമ്മയോ? മൂത്തതാണോന്ന്? അല്ല, ഇളയതല്ലേ? അനിയത്തിയല്ലേ ഇത്? അനിയത്തിയല്ലേ? കുഞ്ഞുമാന്റെ കെട്ടിയോളല്ലേ? മറന്നുപോയോ? പേരമ്മ എന്നെ അറിയുമായിരുന്നല്ലോ. കുട്ടായിയുടെ അമ്മയാ. അത് പറയാൻ കുട്ടായിയുടെ അമ്മ. എന്താണോ? കുട്ടായിനെ കുഞ്ഞുനാളിലെ മുതൽ അറിയാന്ന്. അവനെന്താ ഇവിടെ ഉണ്ട്. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇവിടെ അടുത്തല്ലേ? ഞങ്ങള് നടന്നായി വന്നത്. കുറച്ച് നടന്നാ മതി. പെട്ടെന്ന് വരാമല്ലോ. പെട്ടെന്ന് വരാം. ഞങ്ങള് പെട്ടെന്ന് ഇങ്ങ് വന്നു. അങ്ങനെയല്ലോ. അത് ഇച്ചിരി കൂടെ താഴെയായിരുന്നു. അതെ, അത് ഇച്ചിരി കൂടെ താഴെയായിരുന്നു. കുറച്ചും കൂടെ ദൂരം ഉണ്ടായിരുന്നു ഇവിടെ വരെ വരണമെങ്കിൽ. ഇപ്പൊ കുറച്ചും കൂടെ അടുത്തായില്ലേ? ഇപ്പം വളഞ്ഞ് നിൽക്കുകയല്ല കിടക്കുന്നല്ലേ? നേരെയാ. നേരെയാ. അന്നെല്ലാം വളഞ്ഞ് കെട്ടി ആളുപാട് പോയി ഇച്ചിരിച്ചിരിച്ചായിട്ട് മനുഷ്യന് പോകാൻ നടക്കാതൊന്നും പറ്റിയ പ്രാർത്ഥനയൊക്കെ ഓർക്കുന്നുണ്ടോ? പ്രാർത്ഥനയൊക്കെ അറിയാം. ബാക്കിയുള്ളവർക്ക് പരീക്ഷ വരുന്നതേ ഉള്ളൂ. അടുത്ത മാസം തുടങ്ങും പരീക്ഷ, വലിയ പരീക്ഷ. വലിയ ഭാരമ. അത് കഴിഞ്ഞ് 2 മാസം അവധിയല്ലേ? വലിയ പരീക്ഷ കഴിഞ്ഞ് 2 മാസം അവധി ഉണ്ടല്ലോ. TV കണ്ടു തീർക്കാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അതും തരം കിട്ടുമ്പോ. 10ാം ക്ലാസ്സുകാർ എങ്ങനെയുണ്ട്?
10ാം ക്ലാസ് ഇവര് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. റെഗുലർ ആയിട്ട് വന്നില്ല. ജസ്റ്റ് ഓരോ സബ്ജക്റ്റ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് അടുത്ത വർഷം അല്ലേ? ഇപ്പൊ 9 9 കഴിഞ്ഞ് 10 ക്ലാസ് തുടങ്ങി. ക്ലാസ് തുടങ്ങി. CBSE-ക്കാർക്ക് മറ്റവർക്ക് മാർച്ചിലെത്താം. പത്തിലത്തേവർക്കും ഇപ്പൊ കേറാൻ പോകുന്നവർക്കും പിന്നെ മെയിൻ 10ത്തെ എക്സാം ഇല്ലേ, അത് മാർച്ചിലാണ്. ബോർഡ് എക്സാം മാർച്ചില്ല. ഇവർക്ക് അത് കഴിഞ്ഞാൽ അല്ലേ? കഴിക്കാൻ കാണുമായിരിക്കും. ഞാൻ ചോദിച്ചില്ല. ഇന്ന് എന്നെ കഴിച്ച ഉച്ചക്ക് കഴിച്ചില്ലേ? ഉച്ചക്ക് ചോറുണ്ടില്ലേ? ഉച്ചക്ക് കഴിച്ചുകൊണ്ട് കാര്യമായ വൈകിട്ടത്തെ കാര്യമില്ല. വൈകിട്ടത്തെ ഉച്ചക്ക് അങ്ങനെ എല്ലാവരും കഴിക്കാറില്ല. കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. രാത്രിയില കൃത്യമായിട്ടൊന്നും പറ്റിയല്ല, കിട്ടിയല്ല, കിട്ടിയല്ലേ? ആ സമയത്ത് കാണിയല്ല. ആരും തരാനുമില്ല. ആരും തരാനുമില്ല. അതെ, അതല്ലേ? ആരും തരാനും ഇല്ലല്ലോ. തരാനുമില്ല. അതാ ഓരോരുത്തർക്കും തോന്നുമ്പോ. എല്ലാരും എവിടെ പോയി? എനിക്കറിയത്തില്ല എന്റെ അമ്മ എങ്ങോട്ടൊക്കെ പോകണം, എങ്ങനെയൊക്കെ പോകണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്റെ വീട്ടിലെല്ലാവരും വേറെ ചോദിക്കണ്ടായിരുന്നോ എവിടെയാ പോണേന്ന്? പുറത്തേക്ക് വലിയ പോക്കില്ല, അങ്ങനെ പോകാൻ പറ്റിയല്ല. അങ്ങനെ പോയാൽ നമുക്ക് വിലയില്ല. വിവിനയുടെ എക്സാം കഴിഞ്ഞപ്പോ ഉണ്ടോ എക്സാം? ഇനിയും ഏപ്രില് 3ാം വർഷമായോ? പിള്ളേരൊക്കെ എവിടെയാ പഠിക്കുന്നത്? വർഷങ്ങൾ പോകും. പെട്ടെന്ന് പോയല്ലേ? പിള്ളേർക്ക് എവിടെ പഠിക്കണം എന്ന് ചോദിച്ചു കേട്ടില്ലേ? പിള്ളേരൊക്കെ എവിടെയാ പഠിക്കുന്നത്? എല്ലാരും പറഞ്ഞ ഉത്തരം അമ്മയ്ക്ക് പിള്ളേരെയാ ഇഷ്ടം. പിള്ളേരെവിടെയാ? എന്ത് പറഞ്ഞാണ് ഈ പിള്ളേർ ഒരു ദിവസം പോരാൻ വേണ്ടി വെട്ടുകാട്ടി, പറയുന്നു. മസറത്തില്ല, അവിടെ ഇംഗ്ലീഷ് അല്ലേ? അവിടെ ഇംഗ്ലീഷാണ്. പഠിക്കാൻ എളുപ്പമുണ്ടോ? ഉണ്ടോ പഠിക്കാൻ എളുപ്പമുണ്ടോ? അവര് മിണ്ടുന്നില്ലല്ലോ. പഠിക്കുന്നതല്ലേ? ആ വീട്ടിൽ ചെന്ന് ചിലയിലെ വെക്കുന്നവർ മിണ്ടുന്നില്ലല്ലോ. വീട്ടിൽ എന്തും ചിലക്കാല്ലേ? പുറത്തിറങ്ങി ചിലക്കുമ്പോഴല്ലേ എല്ലാവരും പറയുന്നത്. ടി വി വെച്ച ചിലക്കില്ലല്ലോ. അതെ, ടി വി വെച്ച എല്ലാരും സൈലന്റ് ആയിക്കോളും. അമ്മയ്ക്ക് പനിയും മൂത്രത്തിപ്പഴുപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. കുറഞ്ഞു വന്നിട്ടിപ്പോ ഒക്കെ ആയി വരുന്നു. രണ്ട് എരിവ് കേൾക്കണം. ചെരിപ്പെടുന്ന കാര്യം ഇപ്പൊ മറന്നു പോകും. ഇപ്പം മൂത്രം ഒഴിക്കാനൊക്കെ പറഞ്ഞോളൂ. ഇപ്പം 2 ദിവസമായിട്ട് എന്നാലും ഒഴിക്കുന്നില്ല. ആണോ? അറിയാതെ പോകുന്നില്ല. അല്ല, പിന്നെ രാവിലെ ഞാൻ ഏക്കുമ്പോ ഒന്ന് കൊണ്ടുപോവുക. പിന്നെ പകലൊക്കെ കൊണ്ടുപോകും, ഒഴിക്കാൻ പറയും. അപ്പം പറയും എനിക്ക് ഒഴിക്കാനൊന്നും ഇല്ലെന്ന് എന്ന് പറയും. ഞാനെ നിർബന്ധിച്ചുകൊണ്ട് അങ്ങ് ഇരുത്തും. അല്ലെ പിന്നെ അവിടെ ഒഴിച്ചു വെച്ചാലോ ഓർത്തിട്ടാ. അതാ ഇതിന്റെ ആയിരുന്നു എനിക്ക് തോന്നുന്നു. മൊത്തം മന്ദതയായിരുന്നല്ലോ. കിടക്കാം. എല്ലാരും കൂടെ ക്ഷീണായോ? കിടക്കാനൊന്നും അല്ല, അതങ്ങനെ ഇപ്പോൾ ഉള്ളത്. കിടക്കാറായോ? അത്ര ആയില്ല, 5:30 ആകാറായി കാണുമായിരിക്കും. അത്രേ ഉള്ളൂ. അതെ, 5:25 ആയുള്ളൂ. ഇന്ന് കിടന്ന് ഉറക്കമായിരുന്നു. ഇന്നലെ മുഴുവൻ നടപ്പും പരിപാടിയൊക്കെ ആയിരുന്നു. ഇന്ന് നല്ല ചൂടുമില്ലായിരുന്നു. നേരത്തെ ചൂടത്ത് എല്ലാ വർഷവും അമ്മ കിടപ്പില്ല, മയക്കവാ. പിള്ളേരുടെ പപ്പായാണ് കുട്ടായി. കുട്ടായിനെ അറിയുന്നു പറഞ്ഞില്ലേ? കുട്ടായിയുടെ പിള്ളേരെ ഇത്. എല്ലാരോടും ഒരുമിച്ച് കുട്ടായിയുടെ അടുത്ത്. കുട്ടായി അന്നേരം വർഷം കഴിഞ്ഞില്ല. കുട്ടായി പോലീസല്ലേ? കുട്ടായിയുടെ പിള്ളേരുടെ പഠിത്തം കഴിയാൻ പോവാ. പഠിച്ചു കിട്ടി ഒരു ജോലി കിട്ടാനും എന്നാ പാടാം. ഇതൊക്കെ പ്രായത്തിൽ കിട്ടിയാലുള്ളൂ, അല്ലെ രക്ഷപ്പെടുള്ളൂ.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ തലച്ചു കൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു കണ്ടവാനെ പൈസയും ഭാര്യയാക്കി ഒടുവിലായിരുന്നു ഓരോടത്തും ഒന്നും ഒരു സാധനം. അതെ. അതുകൊണ്ട് പിള്ളേരോടൊക്കെ നന്നായിട്ട് പഠിച്ചോളാൻ പറ അല്ലേ? പൈസ ഒന്നും വാരി ഇറക്കാതെ പഠിച്ചോളാൻ പറ. പിള്ളേരോടൊക്കെ നല്ലപോലെ പഠിച്ചോളാൻ പറയാൻ. പേരമ്മയോട് പറഞ്ഞോളാൻ, ഇവരോട് പഠിച്ചോളാൻ. അവര് പഠിക്കട്ടെ. അതെ, അവര് പഠിക്കണ്ടേ. നീ ഭാവിയിലേക്കുള്ള മുഴുവൻ അവരുടെ കയ്യിലല്ലേ. ആരാരും കൊണ്ട് സഹായം കിട്ടിയ വല്ലവരും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പോകും. വിവാന് പരീക്ഷയുണ്ട് ഇപ്പൊ. വിവാന്റെ ഫസ്റ്റ് സെം കഴിഞ്ഞ്. ഇനി മെയിനാണ്ടാവും സെക്കൻഡ്. ആ വിവീനാനേക്കാളും പെട്ടെന്ന് ഇവന്റെ തീരുന്നത്. സമയം തന്നെ പെട്ടെന്ന് ഓടി ഓടി പോയി തീരുന്ന സമയം. പെട്ടെന്ന് ഒപ്പിടിക്കുക. കിടക്കണോ? അത്താഴം കഴിച്ചില്ലല്ലോ കിടക്കാൻ. കുരിശ് വരച്ചോ? കുളിച്ചോ? കുളിക്കുന്നില്ലേ? ഇന്ന് കുളിച്ചില്ല. ഇന്ന് കുളിച്ചില്ല. എന്നൊന്നും കുളിക്കുകയല്ല. ഇല്ലേ? കുളിക്കാൻ മടിയാണോ ഇപ്പം? ആണോ? തലമുടിയെല്ലാം നിറച്ച് വെളുത്ത് പുളിയൊക്കെ 5 മണിയാകും ഞാൻ കുളിച്ചെന്നേ പറയുള്ളൂ. പുളിയും തോർത്തും കഴിഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ചൂടാണേലും കുളിക്കല്ലേ? ഇല്ലില്ല, പ്രാർത്ഥന തുടങ്ങിയ കുളിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ മറവിയുള്ളവർക്ക് മടിയാന്നാ പറയുന്നത് പൊതുവെ. അത് ഇപ്പോഴായി മടിയായ. നേരത്തെ എല്ലാം ഇല്ല കുഞ്ഞമ്മ 3 ദിവസം കുളിക്കൂണ്ടായിരുന്നുള്ളൂ ആഴ്ചയില്. 3 ദിവസം. ആണോ? ആ നേരത്തെ ശനിയാഴ്ച വൈകിട്ട് കുളിക്കും, ഞായറാഴ്ച പള്ളിയിൽ പോകണല്ലോ. ആ പിന്നെ ചൊവ്വാഴ്ച ഒന്ന് കുളിക്കും, പിന്നെ വെള്ളിയാഴ്ച ഒന്ന് കുളിക്കും. അങ്ങനെ 3 കുളിയേ ഉള്ളൂ. ഇപ്പഴാ പിന്നെ കുളിയുടെ എണ്ണം കൂടിയത്. ഇപ്പഴാ കുളിയുടെ എണ്ണം കൂടിയത്. ഇപ്പൊ പിന്നെ ചുമ്മാതെ ഇരിക്കുക. മറ്റേതെന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് നടക്കുന്നതാണല്ലോ. അല്ല എന്നാലും ചൂടല്ലേ, വിശർക്കൂല്ലോന്നേ. ഇപ്പൊ വിശർപ്പ് അത്ര ഇല്ല. പണ്ട് ഞാൻ ഓർക്കണുണ്ട് വേർത്തൊക്കെ, എന്നാലും കുളിക്കുകയല്ല. പണ്ട് എന്റെ വല്യമ്മയൊക്കെ അങ്ങനെയല്ലേ. ആ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. വെള്ളം ഇല്ലല്ലോ, വെള്ളമൊക്കെ ചുമന്നോണ്ട് വരണ്ടേ. അതുകൊണ്ട് ആ പിശുക്ക് വെച്ച് പുളിയില്ല. ഇന്ന് കുളിക്കേണ്ട കാര്യം ഓർത്തിട്ടെങ്ങാണ്ടാന്നാ എനിക്ക് തോന്നുന്നത്. എന്നാ ഒത്തിരി പണിയും ഉള്ളതാ. ഫാനും ഇല്ല, പറ്റൂല, ഒന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ചൂട് കുറവാ, ഓടും പുല്ലും ഓലയൊക്കെ അല്ലേ. അത് ശരിയാ, വീടിന് തണുപ്പാ. തണുപ്പല്ലേ. എന്നാ കിടന്നോ, കിടക്കാൻ പോകുകയാണെങ്കിൽ കിടന്നോ. ചുമ്മാ അങ്ങനെ പറയുന്നതാണ്. ടൈം വെയിറ്റിംഗ് വരും. നമ്മള് പുറത്തിറങ്ങിയ പേരും കുറവ് പോകും. അമ്മയുടെ മനസ്സിൽ അങ്ങനെ എന്തോ ഉണ്ട്, കിടക്കാന്ന്. വൈകുന്നേരം സന്ധ്യയായെന്ന് വിചാരിച്ചിട്ടാണ് തോന്നണേ. അല്ല, നേരത്തെ ഈ സമയം ഒരു 3 മണി കഴിഞ്ഞ പിന്നെ പാതിരയായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് അതില്ല, അത് മാറി. അങ്ങനെയൊക്കെ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു. പറഞ്ഞാലും ഓർക്കുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം പോയി. ഇപ്പൊ അതെല്ലാം 6 മണിയാകുമ്പോ കഴിക്കുവോ? കിടക്കുവോ? 6 മണിയാകുമ്പോ. നേരത്തെ 6 മണിയാകുമ്പോ കിടക്കുവോ? 6 മണിയാകുമ്പോ കിടക്കണമെങ്കിൽ എപ്പ പ്രാർത്ഥന അല്ലണോ? എപ്പോഴും പ്രാർത്ഥനയല്ലേ? ഇത് മൊത്തം പ്രാർത്ഥനയല്ലേ? പിന്നെ കപ്പം വേണേല് കിടക്കാം, എപ്പോഴും കിടക്കാലോ. നേരത്തെ പ്രാർത്ഥനയൊക്കെ ചെല്ലും. 2 ദിവസം ആയതുകൊണ്ട് ഇങ്ങനെ ഇത്രയും ക്ഷീണം മാറിയിട്ട്. അതുവരെ ആ കിടന്നു വിളിച്ച് അങ്ങോട്ട് കുറഞ്ഞ പിന്നെ ആ ക്ഷീണം അങ്ങ് മാറി. അതുവരെയും ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. ഇങ്ങനെയൊന്നും ഏറ്റിരിക്കത്തൊന്നുമില്ലായിരുന്നു. ആ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഇച്ചിരി ഭേദമായി 2-3 ദിവസമായിട്ട്. ഒന്നുമില്ല. ശരി കിടന്നു. കിടക്കണോ? ഒന്ന് കിടന്നു. ഓരോ അമ്മയ്ക്ക് മാത്രമേ കിടക്കത്തുള്ളൂ. ഇല്ല, ഞാൻ കിടക്കണില്ല. എനിക്ക് കിടക്കണ്ട. വൈകിട്ട് കിടക്കണല്ലേ? വൈകിട്ട് കിടക്കാൻ സമയമാകുന്നതേ ഉള്ളൂ. ഇച്ചിരി കൂടെ കഴിയുമ്പോ കിടക്കാം.
എന്റെ വെട്ടിയാക്കി പരിചയപ്പെടുത്തോട്ടോ. അതിനകത്ത് എന്നാ ഉള്ള അതിനകത്ത് ഇപ്പോഴും എല്ലാം വാരിപ്പെറുക്കി കൊണ്ട വെക്കുവോ? ഇപ്പൊ അങ്ങനെ ഈ മെലാതെ വന്ന പിന്നെ അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല. സാധനമൊക്കെ വെട്ടിക്കാൻ തുണിയൊക്കെ എവിടെയാ വെക്കണേ? തുണിയൊക്കെ എവിടെയാ വെക്കണേ? തുണിയൊക്കെ അതിനകത്ത് ഉണ്ടോ? വേറെ ഉണ്ട്. അത്ര ഒരിടയ്ക്ക് മുഴുവൻ ഒരു നൈറ്റിയുടെ പുറത്ത് വേറെ നൈറ്റി ഇട്ടിട്ട് അങ്ങനെയൊക്കെ 3 നൈറ്റിയൊക്കെ വരെ എടുത്തിടുവായിരുന്നല്ലോ ഒരു ദിവസം. അതുകൊണ്ട് പിന്നെ ഈ പെട്ടി വാങ്ങിച്ചിട്ട് ഇതിനകത്തോട്ടാക്കി ഞാൻ പിന്നെ എല്ലാം വാരി അങ്ങോട്ട് വെച്ചു. എന്നും ഇങ്ങനെ 3 എണ്ണാക്കി ഇട്ടോണ്ട് ഇങ്ങനെ നടക്കുമല്ലോ ഒന്നിന് പുറത്തൊന്നൊക്കെ ആയിട്ട്. ഓരോ സമയത്ത് ഓരോ വർഷം ഓരോ രീതിയായിരുന്നു. പിന്നെ ഇതെല്ലാം പുതപ്പും ഷീറ്റും അതെല്ലാം കെട്ടിപ്പൊതിഞ്ഞോണ്ട് പോകുന്നത്. പിന്നെ ചട്ടയും മുണ്ട് കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഉടുത്ത് നമ്മളിങ്ങനെ ഈ ഡ്രസ്സ് മാറി വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പള്ളിയിൽ പോവാന്ന് പറഞ്ഞ് ഒക്കെ ഒരു സമയത്ത് ഓരോരോ സമയം ഓരോന്ന് മറന്നു പോവാണ്. ആ ഓർമ്മയിൽ ചെയ്യുന്നതായിരുന്നു. ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. പ്രാർത്ഥന കാര്യങ്ങളിലോട്ടായി. ഇന്നാള് കരമഴ എടുത്തപ്പോ പേരമ്മ വീട്ടിൽ പോകാൻ റെഡിയായി നിക്കുവാന്ന് പറഞ്ഞു. ആരാണ്ട് വരുന്ന അതൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ പോണ കാര്യം പറയാം. വീട്ടിൽ പോണം, പോകാൻ ആരാണ്ട് വരുവാന്ന് പറഞ്ഞ് നിപ്പുണ്ടായിരുന്നു. കുറച്ചു ദിവസമായിട്ട് കഥയിലേക്ക് കാണുന്നില്ലായിരുന്നു. ഇന്നലെ മിനിയാന്നാന്ന് തോന്നുന്നു ഇറങ്ങി നടക്കുമല്ലേ? ഇറങ്ങി നടക്കുന്നേ. ഇന്നാള് റോസമാരി പറഞ്ഞു, ആ റോസമാരിയുടെ വീടിന്റെ അവിടുത്തെ ആ മുറ്റത്തെ ആ സൈഡിലത്തെ ആ സ്റ്റെപ്പ് കയറി ഇങ്ങ് മാറി വന്നു. പിന്നെ റോസമാരി പിടിച്ച് വീട്ടിൽ കൊണ്ട് വിട്ടെന്ന് പറഞ്ഞു. അതിലെ ഇങ്ങ് ഇറങ്ങി അതിലെ ഇങ്ങ് വഴിയിലോട്ട് ഇറങ്ങി പോലെയല്ലേ. അങ്ങനെയൊക്കെ പിടിച്ചു കയറി പോകും. ഇപ്പൊ മടിയൊന്നും ഇല്ലാതെ ഭക്ഷണം കുഴപ്പമില്ല. ഒരിടയ്ക്ക് ഇച്ചിരി ക്ഷീണായിരുന്നു. ആ തണുപ്പ് കൂടിയ സമയമില്ലേ, അന്നേരം എപ്പോഴും കിടപ്പായിരുന്നു. ഇവിടെ അമ്മയ്ക്ക് തണുപ്പ് ചൂടാ. അമ്മക്ക് ചൂട് കൂടുമ്പോഴാ. അമ്മയ്ക്ക് ചൂട് കൂടുമ്പോഴാ. ചൂട് കൂടുമ്പോ അമ്മ പൊതുവെ കിടപ്പാ. ഞാനും കിടപ്പായിരുന്നു. എനിക്കും ക്ഷീണായിരുന്നു. വെട്ടവാ. പിന്നെ ഭയങ്കര വെട്ടമാണല്ലോ. പള്ളിയിലെ പരിപാടിയാ. പള്ളിയിലെ പരിപാടിയൊന്നുമല്ല. പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. എപ്പോഴും ഉണ്ട്. ആണോ? സൂര്യൻ അസ്തമിക്കുന്നതിന്റെ വെട്ടവാ. പുതിയ പള്ളി കണ്ടോ? ഇല്ല അമ്മ ഒരു പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു. ഓർമ്മയില്ലാത്ത സമയത്ത് പോയിട്ട് എന്നാ അറിയാനാ, അല്ലാതെ അമ്മ കണ്ടിട്ടില്ലല്ലോ. പണി നടന്നോണ്ടിരുന്നപ്പോഴല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ ആയത്. അല്ലേ? സ്ട്രോക്ക് വന്നിട്ടും പള്ളി പണിതിട്ട് എത്ര വർഷം? പള്ളി 2018 18 ഒക്ടോബർ അല്ലേ? ആണോ? എന്നാ അമ്മ പള്ളി പണിതിട്ട് അറിയത്തില്ല അമ്മയ്ക്ക്. പുതിയ പള്ളിയുടെ കാര്യം നടക്കില്ല. എനിക്ക് കൃത്യമായിട്ട് 5 ഈ അച്ഛൻ വന്നിട്ട് 7 അല്ലേ? 7 വർഷമല്ലേ ആയുള്ളൂ. മറ്റേ അച്ഛൻ ഫിലിപ്പച്ചൻ വന്നിട്ട് 5 വർഷം. 5 വർഷം. ഈ അച്ഛൻ വന്നിട്ട് 2 വർഷമായിരുന്നു. 7 വർഷമല്ലേ ആയുള്ളൂ. അന്ന് 8 വർഷത്തോളം ആയിട്ടുണ്ട് പള്ളി പണിതിട്ട്. അച്ഛൻ പള്ളി പണിത് കഴിഞ്ഞല്ലേ പോയത് മറ്റേ അച്ഛൻ. ആ ഒക്ടോബർ കഴിഞ്ഞിട്ടുള്ള ഫെബ്രുവരിയിലാണ് ഫിലിപ്പച്ചൻ വരുന്നത്. അപ്പൊ 7 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ 18 തന്നെ. 8 വർഷമായി. പള്ളി വെച്ചിട്ട് മുന്നേ ആയിരുന്നോ? പിന്നെ മാർച്ചിൽ കൊറോണയ്ക്ക് മുമ്പല്ലേ? ശരിയാ. കൊറോണ അത് കഴിഞ്ഞ അമ്മയ്ക്ക് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കൊറോണയ്ക്ക് ഒക്കെ ഒത്തിരി മുമ്പാ അത് കഴിഞ്ഞാ വരുന്നത്. പുറത്തുനിന്ന് കേട്ടോ. ഇപ്പം ഇവിടെ പുറത്തോട്ടിറങ്ങി അമ്മയായിട്ട് വരും. അത്രയും നേരത്തെ കിടപ്പേ ഉള്ളൂ. കിടക്കാം. ഇച്ചിരി കഴിഞ്ഞോട്ടും കിടക്കാം. ഇച്ചിരി കഴിഞ്ഞിട്ട് കിടക്കാം. കിടക്കാറായില്ലേ നീ? അത്രേ ഉള്ളൂ. അത്താഴം കുടിക്കാഞ്ഞിട്ടാ ഉറക്കം വരാത്ത. കുടിച്ചോ? അതിലെപ്പം ഇവിടെ വെച്ചോന്ന് പോലും അറിയത്തില്ല. ആരാ വെച്ചേ? അത്താഴമൊക്കെ കുറിച്ച് വെച്ച് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ. ആണോ? ഇന്നലെ 10:11 ആയപ്പോഴും അത്താഴം കഴിച്ചു. വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ആ സമയത്ത് ഞാൻ 2-3 പഴമൊക്കെ കൊടുത്തു. വരിയായിരിക്കും ഓർത്ത്. കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു 10 മണി കഴിഞ്ഞപ്പോ ഇറങ്ങി വന്നു. കഴിക്കാനൊന്നും പറയൊന്നുമില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി വിശക്കുന്നുണ്ടായിരിക്കുന്നു. ഭക്ഷണം എടുത്ത് വെച്ച് ഒത്തിരി കഴിച്ചില്ല, പകുതി കഴിച്ച്.
വീട്ടിൽ പോയി. എൻ്റെ അടുത്ത് വന്ന് വെച്ച് വർത്താനൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു അത്താഴം കഴിക്കണില്ലേന്ന് ചോദിച്ചു. ഇപ്പൊ അത്താഴം ഉണ്ടോ? ചോദിക്കല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അമ്മ എങ്ങനെ ഭക്ഷണം ചോദിക്കത്തില്ല, പണ്ടേ ചോദിക്കുകയല്ല, നമ്മൾ ആ സമയത്ത് എടുത്തു കൊടുക്കാന്നുള്ളതാ. നേരത്തെ ചോദിക്കായിരുന്നല്ലോ ഇവിടെ ഇന്നൊന്നും ഉണ്ടാക്കിയില്ലേന്ന്. അത് ഏത് സമയത്തായിരുന്നു? ആദ്യ കാലങ്ങളിലൊക്കെ ആയിരിക്കും. അത് എന്നാ വെച്ചാൽ അമ്മയ്ക്ക് ആ സമയത്ത് നേരത്തെ എന്ന് പറഞ്ഞാൽ അമ്മ ഒരു 8:30 ടൈമാണ്. ആ ടൈമിൽ രാവിലെ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. രാവിലെ വിവീന വരുമ്പോ അറിയുവോ? വിവീനായി ഒന്നും മേലാഴി വന്നിട്ട് ഇപ്പൊ 1 മാസത്തോളായില്ലേ, ഒന്നും പറയുന്നില്ല, ഒന്നും പറയില്ല. ഇപ്പൊ ഈ 2-3 ദിവസം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ശരിയായെന്ന്, ഇപ്പൊ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഏകദേശം ഒരുവിധം ശരിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് വീനാനെ അന്വേഷിക്കുന്നത്. മറ്റേ ഇടയ്ക്ക് പ്രാർത്ഥന കൂടാനും അങ്ങനെ ഇല്ലല്ലോ. നീ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് എപ്പോഴും വിവീനയുടെ കാര്യം പറച്ചിലായിരിക്കും. രാവിലെ ശരിയാ കുഞ്ഞമ്മ പറഞ്ഞു, രാവിലെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ആകെ ഒരു 7 മണിയാകും ഭക്ഷണം കിട്ടണമായിരുന്നു. കിട്ടിയില്ലെങ്കിൽ ബഹളായിരുന്നു. ഇങ്ങനെ ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ആ സംഭവം ഒരിടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിയാ, ഒരിടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഈ പിള്ളേരൊക്കെ വീട്ടിൽ ഇരുന്ന രാവിലെ ഒന്നും കഴിക്കല, ഉച്ച വരെ ഇരുന്നാലും ഒന്നും കഴിക്കില്ല. ഞാൻ രാത്രി മുഴുവൻ കിടന്നേറ്റ് വന്നതല്ലേ, രാവിലെ ഭക്ഷണം കഴിക്കണ്ടേ? ഇച്ചിരി പുട്ട് കഴിച്ചത് 12:30 ആയപ്പോ രാവിലത്തെ. സ്കൂളിൽ പോവുകയാണെങ്കിൽ കഴിച്ചോണ്ടങ്ങ് പോയല്ലേ. ആര് നമ്മള് നിർബന്ധിച്ച് 2 പാവല്ലോ വാരി കൊടുത്താൽ കഴിക്കും. വിവീനയുടെ പണി അങ്ങനെയായിരുന്നു കേട്ടോ. വിവീനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിൻ ചെറുപ്പം മുതലേ. പക്ഷെ സ്കൂളിൽ പോകുന്ന പിള്ളേർ ഇപ്പൊ നമ്മളും എല്ലാരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴേ ആരെ കഴിച്ചും പോകുന്ന എല്ലാരും കൂടി അങ്ങ് പോകും. പക്ഷെ വീട്ടിലിരുന്നാലും കഴിക്കില്ല നീ. അതന്നെ വീട്ടിലിരുന്ന ഒട്ടും കഴിക്കില്ല. പിന്നെ എന്തെങ്കിലും കഴിച്ചു കൂടി പോകുന്ന എനിക്ക് തോന്നുന്നേ. ഇവിടെ വന്നിരുന്ന ആ പെണ്ണിന് ഭക്ഷണം വേണ്ടല്ലോ, ചുമ്മാ അവിടെ ഇരിക്കുകയുള്ളൂ. പണികൾ കഴിഞ്ഞായിരുന്നോ? എന്റെ ഇന്ന് ഇനിയിപ്പം എന്നാ ഇല്ല, കപ്പ നമുക്ക് കപ്പയൊന്നും ഇല്ല. അല്ല കൊണ്ടുവന്ന് അതിനകത്ത് ഇച്ചിരി ചെറിയ ഇത്ര കഴിഞ്ഞ് ഞാൻ അതിനകത്ത് ചോറിന്റെ അകത്തോട്ട് തന്നെ ഇട്ടിരിക്കും, ഇരിഞ്ഞെടുത്തിട്ടില്ല. ഇത്ര ഉള്ള ഒരു ചെണ്ടം കണ്ടിക്കാൻ പോലും ഇല്ല. അത് മുഴുവനായിട്ട് നമുക്ക് ഉണ്ടാക്കാനേ ഉള്ളൂ. JCB ഒക്കെ വെച്ച് ഒരു മാന്തി കൃഷി ചെയ്ത് അങ്ങനെ ചെയ്ത് ആൾക്കാരെയൊക്കെ നിർത്തി എന്തോരം പൈസ ചെലവാക്കിയതാ. കഷ്ടല്ലേ. അല്ലെങ്കിൽ ചോലയല്ലേ എവിടെയല്ല. വളമൊന്നും കറക്റ്റ് ആയിട്ട് ഇട്ട് കാണിയതായിരിക്കും. അതായിരിക്കും. പണ്ട് അവിടെ ഇഞ്ചിയും കപ്പയൊക്കെ ഇട്ടോണ്ട് പണ്ടൊക്കെ കിട്ടുമായിരുന്നു കുഞ്ഞമ്മ. ഇപ്പൊ ഒന്നും കിട്ടിയല്ല, ചുമ്മാ പറമ്പ് കിടക്കാന്ന്. റാണിയുടെ അവിടെ 5-6 ചൂട് കപ്പ ഇട്ടില്ലായിരുന്നോ? എന്നിട്ടും എല്ലാം കിട്ടിയോ? അത് പകുതി എലി കൊണ്ട് ആകെ തുടങ്ങിയപ്പോ തൊട്ട് എലി വന്ന് മാന്താൻ. എന്നിട്ടോ അതുമല്ല, അതങ്ങ് പൊങ്ങിപ്പോയോ വിളിച്ച്. അതിന്റെ കമ്പ് ഒത്തിരി പൊങ്ങി പോയായിരുന്നു. എന്നിട്ട് കാറ്റ് പിടിച്ച് മറിച്ച് അവസാനം ഭയങ്കര നല്ല കനമുള്ള വണ്ണമുള്ള ഇതുമായിരുന്നു. കുറച്ച് വെട്ടിക്കളഞ്ഞു. പിന്നെ ആ കപ്പ ഇളക്കയായിപ്പോയി, ഒരു ഗുണമില്ല. അങ്ങനെ ആയിപ്പോയി മൊത്തം. പിന്നെ തളുത്ത് കയറി കമ്പും ഉറങ്ങുമല്ലേ. ഇനി ഞങ്ങളോ ഇല്ല, ഉറങ്ങിക്കോ. ഞങ്ങള് പൊക്കോട്ടെ എന്നാ. ഇങ്ങോട്ട് വരണോ? അന്നേരം എവിടെയാ കിടക്കണേ? സ്ഥലമില്ലല്ലോ കിടക്കാൻ. കിടക്കാൻ സ്ഥലമില്ലല്ലോ. ഉണ്ടോ? എന്നാ വരാം. പുറത്തു വഴിയോ? പുറത്തു വഴിയൊന്നും നടക്കാനൊന്നുമില്ല. ആ കൊന്തയുടേതായിരിക്കും, തോന്നണതായിരിക്കും. നമ്മുടെ വീട് പോണോ? ഇതല്ലേ വീട്? ഇതാ വീട്? ഇതാന്നേ വീട്? ആ ഇതല്ലേ വീട്? ഇതാ വീട്, വേറെ വീടൊന്നുമില്ല. ആൾക്കാരെ കൂടുതൽ കണ്ടപ്പോ അമ്മയ്ക്ക് അമ്മയുടെ വീടല്ലാന്ന് തോന്നുന്നു. ഈശോ നോക്കിയിരിക്കണം. ഇവിടുത്തെ അമ്മയോ? ഞാൻ ജോമോളേച്ചിനെയാണോ ചോദിച്ചേ? അമ്മ ഇതാ അടുക്കളയിലുണ്ട്. ജോമോളേച്ചിനെയാണോ പോലും? അമ്മ അല്ല, അടുക്കള കിടക്കുവാണോ? ഇവിടുത്തെ അമ്മ എന്ത് ചെയ്യുന്ന
എടുത്ത് നോക്കുവാ. ഏതാ ഈ പിള്ളേര്? ഈ പിള്ളേരേതാ? അവരെ ചോദിക്കാൻ പറ്റില്ല ഏതൊക്കെയാന്ന്. ഈ പിള്ളേരെ പേരൊക്കെ ചോദിക്കാൻ പറ്റായിരുന്നോ? അവൻ കറുപ്പായിരുന്നു, കളർ മാറിപ്പോയാ. ആണോ? ഇതിന് നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോയാ ഉത്തമനെ എന്നാണ്ട് വിശേഷം അവിടെ? വിശേഷമൊന്നുമില്ലേ? പഠിത്തമൊക്കെ എങ്ങനെ പോണ്? ആ മിണ്ടുന്നില്ല, ഒന്ന് പിള്ളേരോടൊന്നും മിണ്ടുന്നില്ലല്ലോ. എലിക്കുട്ടമ്മ മറ്റേ പിള്ളേരോടൊക്കെ ഭയങ്കര വർത്തമാനം പറഞ്ഞാണല്ലോ. ഉറക്കം വരുമെന്ന് പറഞ്ഞിട്ടോ? ഇല്ലേ? രാത്രി കിടന്നാ ഉറങ്ങി? രാത്രിയില് ഇപ്പൊ ഇന്നലെയൊക്കെ കിടന്നുറങ്ങി. ചില ദിവസങ്ങളിൽ ഉറങ്ങിയില്ല, ചില ദിവസങ്ങളിലേറ്റ് ഓടി നടക്കും. അതിപ്പോൾ അങ്ങനെ കുറവാട്ടോ, പണ്ടായിരുന്നു ഇത് കൂടുതലും. വീട്ടിലേക്കൊന്നും പോണില്ല. വീട്ടിലേക്ക് പോകാൻ ഇതല്ലേ വീട്? ഇതാ നമ്മുടെ വീട്. ഇതല്ലേ നമ്മുടെ വീട്? ആ അത് നമ്മുടെ വീട്. സൗകര്യം കിടക്കാനൊന്നും സൗകര്യം. ഇവിടെ കിടക്കാൻ സൗകര്യം ഇല്ലേ? ഇവിടെ കിടക്കാൻ സൗകര്യം ഇല്ലേ? പിന്നെ ഇതല്ലേ എലിക്കുട്ടിയമ്മയുടെ മുറിയതല്ലേ, കാട്ടിലേക്ക് അതല്ലേ, അവിടെയല്ലേ കിടക്കണേ? ആ പിന്നെ എവിടെയാ കിടക്കണേ? രണ്ടും കൂടെ മിക്സ് ചെയ്യും. തണുപ്പില്ലെങ്കിൽ സുഖയില്ല, ഇച്ചിരി തണുപ്പ് വേണം. മുത്തിന്റെ പണിയാ നാരങ്ങ. മുത്താണോ നാരങ്ങുള്ള കമ്പനി? ഒരു 11:30 അത് വരാം. അത് മിക്സിക്കകത്ത് അടിച്ചു വെക്കാം. അത് നല്ലതൊന്നും കൂടെ വേഗം കുടിച്ചോളാം, കഴിക്കും. കിടക്കാറായി. ആ അവരിവിടെ അല്ലല്ലോ കിടക്കണേ, അവരിവിടെ അല്ലല്ലോ കിടക്കുന്നേ. പിന്നെ എവിടെയാ? അവരങ്ങ് അവിടെയല്ലേ, അവരുടെ വീട്ടിലല്ലേ? അവരുടെ വീട്ടിലല്ലേ? നമ്മുടെ പടിഞ്ഞാറല്ലേ? പടിഞ്ഞാറ് പടിഞ്ഞാറ് അത് ഇതുവല്ല. ഞാറുകുളം. ഇവിടെയാണോ? ആ അങ്ങോട്ട് പോയാൽ മതി. ആ അങ്ങോട്ട് പോവോ ഒരിച്ചു കഴിയുമ്പോൾ. അമ്മേനെ കാണാൻ വന്നല്ലേ? അമ്മേനെ അത് എളുപ്പമുണ്ടല്ലോ. ആ ഉണ്ടുണ്ട്. അമ്മേനെ കാണാൻ വന്നല്ലേ? ഇപ്പൊ നമ്മൾ വന്നിട്ടല്ല. എന്തിനാ? കുടിക്കാൻ ബേക്കറി തേങ്ങ മൊത്തം മേടിക്കുന്നു. അന്ധവിശ്വാസം ഓരോ കാര്യം തീർന്നു വരുമ്പോ പിന്നെ വേറെ ഇല്ല. ഇന്ന് പിന്നെ അതല്ലേ രാവിലെ അലക്കാൻ കാണും, പിന്നെ എന്തെങ്കിലും കറി വെക്കാൻ എന്തെങ്കിലും കാണും. ഉച്ചവരെ എന്തെങ്കിലും പണികൾ കാണും. പിന്നെ വെയിലല്ലേ, മീൻ മേടിച്ചോണ്ട് വന്നാൽ അന്ന് മുഴുവൻ പണിയാ കറി ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് പിന്നെ 4 മണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരും പണിയാടി വെച്ച് വീട്ടിൽ നിന്ന് എപ്പോഴാ ഇറങ്ങാൻ പറ്റണം. ഇന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങനെ രണ്ടും കൽപ്പിച്ചൊക്കെ ഇറങ്ങണം. അങ്ങനെ രണ്ടും കൽപ്പിച്ചൊക്കെ അങ്ങ് ഇറങ്ങും ചില ദിവസങ്ങളില്. ആരും രോമൻ ഇവിടെ ഉണ്ടെങ്കിൽ അവനും തന്നെ ഉണ്ടെങ്കിലല്ലേ പറ്റൂ. ഇതിപ്പോ പലരുടെ കാര്യം നോക്കണം, അങ്ങനെ വരും. പിന്നെ അവനവിടെ ഉണ്ട്. മക്കള് പോരാൻ വലിയ മടിയായിരുന്നു. അവൻ പറഞ്ഞു ഇപ്പൊ തന്നെ TV കണ്ടോണ്ടിരുന്നത് അപ്പൊ ഒന്ന് ഓഫ് ചെയ്തു. ആരും ഇവിടെ ഇരിക്കണ്ട, എല്ലാരും എഴുന്നേറ്റ് കൊള്ളാൻ. എന്ത് എവിടെ പോവാന്ന് പറഞ്ഞാലും ഇപ്പോഴുള്ള പിള്ളേർക്ക് അതാണേ, ഇപ്പോഴുള്ള പിള്ളേർക്ക് അതോട് ആൾക്കാരെ അറിയത്തില്ലല്ലോ. പണ്ട് അമ്മ എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോ വഴക്കാ എല്ലാരും പോകാനായിട്ട്. എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞ ആരും പോരണമില്ല. ഫോണില്ലേ കയ്യില്? പണ്ട് അമ്മ വീട്ടിൽ പോകുമ്പോ നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ കുഴപ്പമില്ല, അവര് വീട്ടിലിരുന്നോളാന്ന് പറയും. ഒരു കുഴപ്പമില്ലെന്ന് പറയും. അവിടെ ഇരുന്നു കല്ല് പെറുക്കി കൂട്ടി എനിക്കകത്തില്ലാത്തൊക്കെ പരിപാടികളാണ്. കാടുണ്ടാക്കല്, വരയ്ക്കല്, കുത്തല്, അതൊക്കെ തന്നെ. നടന്നങ്ങോട്ട് എത്തണ കാര്യം വലിയ പാടെ. കാലിന് വിലയില്ലെന്ന്. അത് ഇച്ചിരി നടക്കുന്നതല്ല, നടന്നാലേ ഉള്ളു ബലാവുള്ളൂ. നടക്കാതിരുന്നിരുന്നിരുന്ന എന്നും മസിലുകാരാ. നടന്നു കഴിയുമ്പോ ആയിക്കോളൂ. കാല് പോകച്ചില്.
ബിബീനെ ബിബീനെ പഠിക്കാൻ പോയില്ലേ? ബിബീനെ വന്നില്ല. മെഡിക്കൽ ഫീൽഡ് ഒന്നും ആർക്കും എങ്ങോട്ടാ പോയെ? ഒരാള് മോള് എയർ ഹോസ്റ്റസ് ബിബീനെ കോളേജിലാ. കോളേജിലാ കേട്ടോ. വേറെ പോരുന്നുണ്ടോ? ഞാനും എന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞേ. ഞാനും എന്റെ വീട്ടിൽ പോകുവാന്ന്. ആണോ? എങ്ങോട്ടാ? അതെവിടെയാ? എങ്ങോട്ടാ? എന്നാ നമുക്ക് അങ്ങ് പോയേക്കാം. വീട്ടിൽ പോവാ. വീട്ടോട്ട് പോവാണ്. വീട്ടിൽ പോകണ്ടേ? എങ്ങോട്ടാണോ പോയത്? സന്ധ്യ 6 മണിയായി. 6:30 എന്റെ തലേന്ന് ടൈറ്റ് ചെയ്യണം. വേറെ പോരുന്നുണ്ടോ? തന്നെ ഉള്ളോ? പിന്നെ ഇതല്ലേ മക്കള്, ഒരു വർഷമായി തുടങ്ങിയിട്ട്. മകളും മക്കളും എന്റെ മകൾ ഇതിപ്പിന്റെ എങ്ങനെയായത് ഇത് വെച്ചേ ഉള്ളൂ. ഒത്തിരി ചെയ്യണ്ട. നീ അങ്ങനെ ചെയ്തേ. അല്ല, പ്ലസ് ടു വരെ ഇവിടെ പ്ലസ് വരെ ഇവിടെ ഉണ്ടല്ലോ. ചെയ്തപ്പം നമ്മൾ നരച്ചു. ഇപ്പൊ സന്ധ്യ വരെയും ഇരുട്ടായി വരുന്നു. ശരിയായതാ. ഗ്ലാമസ് എല്ലാം ഇട്ട് കൊന്നിട്ട് സ്വിച്ച് ബോർഡിൽ എവിടെയെങ്കിലും ഒന്ന് വരുത്തി. പോവാ. ഇങ്ങനെ പോയാലെങ്ങനെയാ? സന്ധ്യയായില്ലേ? ഇനി പോയി കിടന്നുറങ്ങണം. ഇനി കിടന്നുറങ്ങാം. താഴൊക്കെ കഴിച്ച് കുരിശൊക്കെ വരച്ച്. ആ സന്ധ്യയായി, കുരിശ് കറിയാൻ സമയമായി. എന്നാ ഞങ്ങള് പൊക്കോട്ടെ, പിന്നെ വരാനി. ഇനിയിപ്പോ സന്ധ്യയായില്ല സമയം. സന്ധ്യയായി 6:45. പോവാട്ടാ. നോളേജ് പോയേക്കുവാ. എന്നാ പിന്നെ വരാട്ടോ. എല്ലാരും പോയേക്കു. എല്ലാരും പോയി. പിള്ളേര് പോയി. പിള്ളേര് വീട്ടിലിരുന്ന് എടുത്ത്. അയ്യോ, ഇങ്ങനെ അടങ്ങിയിരിക്കാൻ ഇഷ്ടമില്ല പിള്ളേർ.